നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് പൂങ്കുന്നം ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിനടുത്താണ്. അതിനടുത്തായിട്ട് കേരള ബ്രാഹ്മണ സഭ ബൊമ്മക്കുലു ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ട് കുതിര വെച്ചിട്ട്, അതേ ബൊമ്മക്കുലിന് വേറെ രീതി കൂടെ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ബൊമ്മക്കുലാണ്. കാണാൻ നല്ല കണ്ണിന് നല്ല കുളിർമയേകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പല പല രൂപങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോവാം. ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബൊമ്മക്കുലു കാണാൻ വേണ്ടി അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല രസമായിട്ട് കാണാം. നല്ല ഭംഗിയിലാണ് അടയ്ക്കടയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ മറ്റേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊലു വയ്ക്കുന്നത് 9 സ്റ്റെപ്പുകളായിട്ടാണ് വയ്ക്കുന്നത്. അത് 9 പടികളിലും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, നമുക്ക് അതിൻ്റെ ചരിത്രത്തിലോട്ട് നമുക്കൊന്ന് പോവാം. കേരളത്തിൽ പൂജവെപ്പിനോടനുബന്ധിച്ച് പാവകൾ പടിപടിയായി വെച്ച് അലങ്കരിക്കുന്നതിനെയാണ് ബൊമ്മക്കുലു എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഉത്സവമാണിത്. പൂജ അവധിക്കാലത്ത് വീടുകളിൽ കൊലുപ്പാവകൾ വെച്ച് കുട്ടികൾ പാട്ടുപാടുകയും കളിക്കുകയും ചെയ്യുന്നു. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ബൊമ്മക്കുലുവിന് തുടക്കമിടുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, ഗ്രാമീണ പാവകൾ എന്നിവയാണ് സാധാരണയായി കൊലുവിൽ വയ്ക്കാറുള്ളത്. 9 പടികളുള്ള പീഠത്തിലാണ് സാധാരണയായി ബൊമ്മക്കൊലു പാവകൾ വയ്ക്കാറുള്ളത്. ഓരോ പടവുകളും ഓരോരോ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നു. പുല്ല്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ തളികയിൽ വിതച്ച് 9 ദിവസം കഴിയുമ്പോൾ മുളപ്പിക്കുന്നു. ഇതിനെ പാലയിരുൂറ്റ് കളം എന്നാണ് പറയുന്നത്. കൊലുവിൻ്റെ ഏറ്റവും താഴത്തെ പടിയിൽ മനുഷ്യൻ്റെ ഏകകോശ ജീവിയിൽ നിന്നുള്ള പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വയ്ക്കുന്നു. അടുത്ത പടികളിൽ പച്ചക്കറിക്കടകൾ, പലവ്യഞ്ജനക്കടകൾ, പൂന്തോട്ടം, ക്ഷേത്രങ്ങൾ എന്നിവയുടെ രൂപങ്ങൾ വയ്ക്കുന്നു. ബാക്കിയുള്ള പടികളിൽ വിവിധ ദൈവങ്ങളുടെയും ദേവതകളുടെയും രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, ഗ്രാമീണ ജീവിതം ചിത്രീകരിക്കുന്ന പാവകൾ എന്നിവയാണ് സാധാരണയായി കൊലുവിൽ വയ്ക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ബൊമ്മക്കുലു കണ്ടു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കാണാൻ വേണ്ടി. ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഇത് കൊടുക്കും, സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും വന്ന് നമ്മൾ ഈ ബൊമ്മക്കുലു കാണാൻ വരുന്ന ആൾക്കാർ കംപ്ലീറ്റ് കൊടുക്കുന്ന സ്വീറ്റ്സ് ഒരു ഇതിലാക്കിയിട്ട് കൊടുക്കുന്ന, ഒരു പാക്കറ്റിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് സ്വീറ്റ്സ്. അപ്പോൾ അത് മേടിക്കാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മേടിക്കുന്നത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്യൂവിൽ ഞങ്ങൾ നിൽക്കുവാണ്, ഞങ്ങൾ സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി. നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് അകത്തുനിന്ന് പ്രസാദം കിട്ടി, ലഡു പൊടിച്ചതാണ് പ്രസാദം കിട്ടി. അടിപൊളിയായിരുന്നു, കാണാൻ സാധിച്ചു. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പിന്നെ അവിടെ പാടുന്ന ആൾക്കാർക്ക് പാടുകയൊക്കെ ചെയ്യാം, നല്ല രസമായിട്ട് കേൾക്കാൻ സാധിച്ചു. കൊള്ളാം, അടിപൊളിയാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സീതാരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഹനുമാന്റെ പ്രതിമയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഒരു രാത്രി ഒരു 7 മണി 7:30 സമയത്ത് ലേസർ വിഷ്വൽസ് ഇടുമായിരുന്നു. അത് നല്ല ഭംഗിയാണ് കാണാൻ. കാരണം നമ്മൾ നല്ല രസമാണ് കാണാൻ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല വിഷ്വലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും. ഒത്തിരി ആൾക്കാർ വന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അത് കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാന്റെ പ്രതിമയാണത്. അപ്പോൾ അത്രയും ഉയരമുള്ള, അത്രയും ഹൈറ്റുള്ള ഇതിന് മുകളിൽ വിഷ്വൽസ് വിടുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അതെന്തായാലും കാണാൻ പറ്റും, നല്ല സൂപ്പറാണ്. കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ പോവുകയാണ്.
രാത്രിയോടെ സംബന്ധിച്ച് ഇവിടെ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും നമ്മള് ബൊമ്മക്കുലൊക്കെ കണ്ടു. ഹനുമാൻ സ്വാമിയുടെ 3D ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി ആൾക്കാരെ തിരക്കാണ് ഇവിടെ. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. നല്ല ക്രൗഡുണ്ട് കേട്ടോ, എല്ലാ തിരക്കുണ്ട്. പിന്നെ ബൊമ്മക്കുല് ആസ്പത്രിയിലേക്കാണ് കൂടുതൽ ആൾക്കാർ. ബൊമ്മക്കുലുവിന്റെ അവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അവിടെ എന്ന് വെച്ചാൽ ആൾക്കാർ കാണാൻ വേണ്ടിട്ട് ഒത്തിരി ആൾക്കാർ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോണ്ടല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ ഈ ലൈറ്റ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ലേസർ ലൈറ്റ്. പക്ഷെ അത് കാണാൻ സാധിച്ചില്ല. ഇങ്ങനത്തെ ചുവപ്പ് വെള്ള കണ്ടില്ലേ, പർപ്പിളൊക്കെ അങ്ങനത്തെ കളറുകളാണ്. അങ്ങനത്തെ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ. സമയം കിട്ടിയിരുന്നില്ല. അത് എന്താ വെച്ചാൽ ചെറിയ അത് മാത്രമല്ല, ചെറിയൊരു മഴച്ചാറിലുണ്ടെങ്കിൽ 3D ലൈറ്റ് ഇടാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സുഖമായിട്ടിരുന്നു കാണാൻ പറ്റി. വളരെ രസമായിരുന്നു. നല്ല ഇരിക്കും കാണാൻ പറ്റി. ലേസർ ലൈറ്റ് ഹനുമാൻ ദേഹത്തേക്ക് മറ്റേ ഗോൾഡൻ കളർ, നല്ല സ്റ്റൈലായിട്ടുള്ള വിഷ്വൽസ് ആണ്. അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നെന്തായാലും നമുക്ക് ബൊമ്മക്കുല് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഹനുമാൻ സ്വാമിയുടെ ലേസർ ലൈറ്റ് കാണാൻ സാധിച്ചത്. അതും കൊള്ളാം. എന്തായാലും ഇന്നത്തെ ദിവസം സൂപ്പറായി, അടിപൊളിയായിട്ടുണ്ട്. അല്ല അടിപൊളിയാണ്, ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.